നമ്മുടെ VR മോഷൻ സെൻസർ സ്വിച്ച് പിടിപ്പിക്കുവാനുള്ള ഒരു ബോക്സിനെ പറ്റി പറഞ്ഞിരുന്നു. ആ ബോക്സിൽ ഞാൻ 2 വയർ കണക്ടർ ഘടിപ്പിച്ചിട്ടുണ്ട്. ഒന്നുമില്ല, ഇത് ഈ തോട്ടയിലൂടെ അപ്പുറം എടുത്തുകൊണ്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ എങ്കിലും നമുക്കിത് പെട്ടെന്ന് അഴിച്ചു മാറ്റണം തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു സൗകര്യത്തിന് വേണ്ടി ഞാൻ 2 ഇത് വെച്ചു എന്നേ ഉള്ളൂ. അതായത് വയർ കൊടുക്കേണ്ടത് ഇൻപുട്ട് ഇതിലേക്കാണ് നമ്മൾ വൈദ്യുതി കടത്തി വിടുക. അതായത് നമ്മുടെ സീലിംഗ് ഒക്കെ അഴിച്ചു മാറ്റിയിട്ട് അങ്ങനെ സീലിംഗിൽ നിന്ന് ഇപ്പം നമ്മുടെ സീലിംഗ് മീൻസ് നമ്മുടെ സൺഷെയ്ഡിൻ്റെ മുകളിലാണ് അധിക സ്ഥലത്തും ലൈറ്റ് ഉണ്ടാവുക. അപ്പോൾ അതിൽ നിന്ന് ആ ഹോൾഡറും ബൾബും മാത്രം അഴിച്ചെടുത്ത് ആ ലൈൻ ബൾബിലേക്ക് കൊടുത്താൽ 2 വയറാണ് ഇവിടെ കൊടുക്കേണ്ടത്. കറണ്ട് ഇതിലേക്കൂടെ കൊടുക്കുന്നു. ഇതിലേക്കൂടി ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നു. അതായത് ബൾബിലേക്ക് 2 വയർ കൊടുത്ത് ഇവിടെ പിടിപ്പിക്കുക, മറ്റേ 2 ലൈന് ഇതിൽ കൊടുക്കുക. ഇങ്ങനെയാണ് വരുന്നത്. അത് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യമായി ഇതിൽ നിന്ന് 4 വയർ എടുക്കേണ്ടതായിട്ടുണ്ട്. 2 ചുവന്ന വയർ, 2 ചുവന്ന വയറെടുത്ത് ഒന്ന് ഇവിടേക്കും, അതുപോലെ തന്നെ 2 വയർ എടുത്ത് ഇതിലേക്കും കൊടുക്കുക. അത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 വയറിൽ ഈ 4 വയറിൻ്റെ നിന്നും 3 വയറെടുത്ത് ഇത് ഈ ബോക്സിനുള്ളിൽ കൂടി ഉള്ളിലേക്ക് ഇടുക. ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ 3 വയറ് ഞാൻ ഇവിടേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് വരുന്ന മറ്റൊരു നെഗറ്റീവ് വയറ് നമുക്ക് ഇതിലേക്ക് കൊടുത്തു വെക്കാം. നെഗറ്റീവ് വയറിൽ നമ്മളൊന്നും ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് നേരിട്ടിട്ട് ഔട്ട്പുട്ട് വയറിലേക്ക് കൊടുത്തിട്ടുള്ളത്. ഇനി പോസിറ്റീവ് വയറിലാണ് നമ്മുടെ കണക്ഷൻസ് ഇവിടെ വരുന്നത്. അതായത് ഒരു പോസിറ്റീവ് വയർ ഇങ്ങോട്ടും, ഇത് 2 എന്ന് പറഞ്ഞാൽ ചാർജറിലേക്ക് ഇതാണ്. അത് നമുക്ക് വേണമെങ്കിൽ ഒരു കെട്ടിട്ട് ഇവിടെ വെക്കാം. അത് ചാർജറിൽ കൊടുക്കേണ്ടതാണ്. ഈ അറ്റം ഇത് പോസിറ്റീവ് വയർ റിലേയിലേക്ക് കൊടുക്കാൻ വേണ്ടി ഉള്ളതാണ്. അത് നമുക്ക് പിന്നീട് കൊടുക്കാം. ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. 2 ചുവന്ന വയറും 2 കറുപ്പ് വയറും അത് ഉള്ളിലേക്കെടുത്ത് ഒരു കറുപ്പ് വയർ ഡയറക്റ്റ് ഇവിടത്തേക്ക് പോവുക, ഇവിടെ കൊടുക്കുക. അതായത് ബൾബ് ഇവിടെയാണ് ബൾബിൻ്റെ വയറുകൾ ബന്ധിപ്പിക്കേണ്ടത്, ഇവിടെ ഔട്ട്പുട്ട് എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പോൾ അതിൻ്റെ നെഗറ്റീവിൽ നമ്മൾ കണക്ഷൻസ് ഒന്നും ഇല്ല, ഇത് നേരെ ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ അതിൻ്റെ പോസിറ്റീവ് വയറാണ് ഇത്. ആ പോസിറ്റീവ് വയറാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ ഇവിടത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് 2 ചാർജറിലേക്ക് പോകേണ്ടതാണ്. അത് ചാർജർ കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് എടുത്താൽ മതി. അതിനെ ഞാൻ അങ്ങനെ മാറ്റി നിർത്തി വെച്ചിട്ടുണ്ട്. തൽക്കാലം ഈ ബോക്സ് ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് സോൾഡറിങ് തുടങ്ങാം.
ആദ്യം തന്നെ ഒരു ചെറിയ കഷ്ണം വയർ ഇതുപോലെ മുറിച്ചെടുത്ത് ഇതിൻ്റെ നമ്മുടെ PIR മോഷൻ സെൻസറിൻ്റെ നെഗറ്റീവ് ആണിത്. പോസിറ്റീവ്, ഔട്ട്പുട്ട്, നെഗറ്റീവ്. ഈ നെഗറ്റീവ് വയറുമായി ഒരു ചെറിയ കഷ്ണം വയർ ബന്ധിപ്പിക്കുക. അത് ആദ്യം ചെയ്യാം. ഈ വയർ നെഗറ്റീവ് കാലുമായിട്ട് ബന്ധിപ്പിക്കുന്നു. ഇതിവിടെ ബന്ധിപ്പിച്ചിട്ടുണ്ട്. അടുത്തതായി ഒരു കഷ്ണം ചുവന്ന വയറെടുത്ത് ഇതിൻ്റെ പോസിറ്റീവ് ലെഗിൽ, അതായത് ഒന്നാമത്തെ ലെഗ്, മൂന്നാമത്തെ ലെഗിൽ നെഗറ്റീവ് സോൾഡർ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ ലെഗിൽ ഈ ചുവന്ന വയർ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. അതിവിടെ സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 220 ഓംസിൻ്റെ ഒരു റെസിസ്റ്റർ എടുത്ത് അതിൻ്റെ കാലുകൾ അല്പം മുറിച്ച് കളയുന്നതാണ് നല്ലത്. ഈ റെസിസ്റ്ററിൻ്റെ കാല് നടുവിലത്തെ, അതായത് പോസിറ്റീവ്, ഔട്ട്പുട്ട്, നെഗറ്റീവ്, ഈ ഔട്ട്പുട്ട് കാലുമായിട്ട് ഒന്ന് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. അത് സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ BC547 റെസിസ്റ്റർ അല്ല, ട്രാൻസിസ്റ്റർ, സോറി. ഈ ട്രാൻസിസ്റ്ററിന് 3 കാലുകളാണെന്ന് പറഞ്ഞു. ഈ 3 കാൽ, 2 കാലുകൾ ഇതേപോലെ മടക്കി വെക്കുക. CBE, കളക്ടർ, ബേസ്, എമിറ്റർ. ഇതിനെ ഞാൻ ഈ പിന്നെ ഇടത്ത് വരത്തക്ക വിധത്തിൽ കമിഴ്ത്തി വെച്ചിട്ടുണ്ട്. അതായത് ഈ എഴുത്ത് കാണുന്ന ഭാഗം കീഴായി വെച്ചുകൊണ്ട്, എങ്കിൽ മാത്രമേ നമുക്ക് ഈ CBE ഇങ്ങനെ കിട്ടുകയുള്ളൂ. ഈ എന്ന് പറയുന്നത് നമുക്ക് ഈ മോഷൻ സെൻസറിൻ്റെ ഒന്നാമത്തെ ലെഗിൽ കൊടുക്കേണ്ടതാണ്. തലതിരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിക്ചർ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വരില്ല. അതുകൊണ്ട് ഞാനിത് കമിഴ്ത്തി വെച്ചിട്ടാണുള്ളത്. അപ്പോൾ കമിഴ്ത്തി വെക്കുമ്പോൾ ഇതിന് പാരലായി അതിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കമിഴ്ത്തി വെച്ചുകൊണ്ട് അവിടെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. ശരിക്കും ഇത് വയറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് ഡയറക്റ്റ് ഇവിടെ കൊടുക്കുവാനും ഇത് ഇവിടെ കൊടുക്കുവാൻ സാധിക്കും. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാനിത് പ്രത്യേകം എടുത്ത്
വയറെടുത്തുകൊണ്ട് ചെയ്യുന്നത്. ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ നടുവിലത്തെ കാലിൽ നിന്ന് ഒരു 220 ഓംസിൻ്റെ ഈ റെസിസ്റ്ററിൻ്റെ മറ്റേ കാലും നമ്മുടെ BC 547ൻ്റെ നടുവിലത്തെ ലഘു, അതായത് ബേസ്, ഈ നടുവിലത്തെ ലെഗും ഒരു 220K റെസിസ്റ്റർ മുഖാന്തരം ബന്ധിപ്പിക്കണം. വേണമെങ്കിൽ നമുക്ക് ഈ കാലൊന്ന് മുറിച്ച് കളയാതെ തന്നെ നേരിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഞാനൊരു വയർ മുഖാന്തരം കൊടുക്കുന്നത് നമുക്ക് പ്രത്യേകം നോക്കി മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. ഇനി ഇതും ഈ ബേസും തമ്മിൽ നമുക്ക് ഒരു വയർ കഷ്ണം കൊണ്ട് യോജിപ്പിക്കണം. റെസിസ്റ്ററിൻ്റെ 220 ഓംസ് റെസിസ്റ്ററിൻ്റെ അവിടെയുള്ള ലെഗ് ഈ BC 547 എന്ന് പറഞ്ഞ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിൽ, അതായത് നടുവിലത്തെ ലഘുമായി ബന്ധിപ്പിച്ചു. ഇനി ഇവിടെ കലക്ടർ എന്ന് പറഞ്ഞ ഈ ലെഗാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഇവിടുന്ന് ഇവിടേക്ക് വന്നു, നെഗറ്റീവ് എമിറ്ററിലേക്ക് പോയി, നടുവിലെ ഔട്ട്പുട്ട് 220 ഓംസിൻ്റെ രജിസ്റ്റർ വഴി ബേസിലേക്ക് പോയി. ഈ വയർ ഇവിടെ ഫ്രീ ആയി കിടക്കുന്നു. ഇതാണ് ഇവിടുത്തെ കണക്ഷൻ. ഇനി നമുക്ക് റിലേ എടുക്കാം. ഞാൻ പറഞ്ഞു റിലേ നമ്മളെ ഫേസ് ചെയ്ത് വെക്കത്തക്ക വണ്ണം വെച്ച് കഴിഞ്ഞാൽ 1, 2, 3 കാലുകൾ ഇങ്ങനെ വരത്തക്ക വണ്ണം പിടിക്കുക. ഇതും വലതുഭാഗത്തും ഇത് ഇടതുഭാഗത്തും. ഇത് രണ്ടും ഓരോ ടെർമിനലുകളാണ്. അതായത് ഇതിൻ്റെ ഉള്ളിൽ ഒരു ഇരുമ്പ് ദണ്ടിനെ, ചെറിയൊരു ഇരുമ്പ് കഷ്ണത്തെ ഒരു കോയിൽ കൊണ്ട് ചുറ്റിയിരിക്കുകയാണ്. ചുറ്റിയിരുന്ന് ആ രണ്ടിൻ്റെ കണക്ഷൻസ്, ആ കോയിലിൻ്റെ കണക്ഷൻ ഇവിടെയാണ് വരിക. ഇത് കോമൺ. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഈ റിലേ ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇതിനുള്ളിൽ ഒരു പട്ട കഷ്ണം ഉണ്ട്. അത് ഞാൻ വിശദമായി പറഞ്ഞു തരാം. ഈ പട്ട കഷ്ണം മുകളിലേക്കും താഴേക്കും വർക്ക് ചെയ്യുന്നതാണ്. ഇത് നോർമലി ക്ലോസ്ഡ് ആണ്. വാങ്ങുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക, നോർമലി ക്ലോസ്ഡ്. ഇതിലേക്ക് വൈദ്യുതി പ്രവഹിക്കുമ്പോൾ, അതായത് നമ്മൾ ചാർജർ വഴി കൊടുക്കുന്ന കറണ്ട് മോഷൻ സെൻസറിൽ എത്തുകയും അവിടുത്തെ സെൻസർ രാത്രികാലങ്ങളിൽ ആരെങ്കിലും വരുന്നതോ അല്ലെ പോകുന്നതുമായ ഒരു അവസ്ഥയിൽ ഇതിൻ്റെ മുന്നിലൂടെ പോകുന്ന സമയത്ത് ആ സെൻസർ അതിനെ ഡിറ്റക്റ്റ് ചെയ്യുകയും കറണ്ട് പാസ് ചെയ്ത് ഈ മറ്റ് ഉപകരണങ്ങളിലൂടെ വന്ന്
ഇതിലേക്ക് കടക്കും. ഇതാണ് 2 ടെർമിനൽ. ഈ ടെർമിനലിലേക്ക് കറണ്ട് വിരലോടുകൂടി എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ പിടിപ്പിച്ചിരിക്കുന്ന കോയിൽ, ആ കോയിൽ നമുക്ക് പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ഒരു ഇരുമ്പ് കമ്പിക്ക് അല്ലെങ്കിൽ ഒരു ആണി എടുത്ത് അതിനൊരു കോയിൽ കൊണ്ട് ഒരുപാട് തവണ ചുറ്റി അതിൻ്റെ 2 ടെർമിനലിലേക്ക് ഒരു ബാറ്ററിയോ അല്ലെങ്കിൽ ഒരു 6 വോൾട്ടോ 5 വോൾട്ടോ എത്രയോ ഉള്ള ഒരു 2 വോൾട്ടിൻ്റെ ഒരു കറണ്ട് കടത്തി വിട്ടാൽ ഈ നടുവിലെ ആണി കാന്തമാകുന്നതായി കാണാം. അത് കാന്തമായി മാറും. ബാറ്ററി ഡിസ്കണക്ട് ചെയ്താൽ അതിൻ്റെ കാന്തശക്തി നഷ്ടപ്പെടും. അങ്ങനെയുള്ളൊരു തിയറിയാണ് ഈ റിലേക്കുള്ളിലുള്ളത്. അപ്പോൾ ഇവിടെ ഒരു കോയിൽ ഇങ്ങനെ ചുറ്റിക്കിടക്കുന്നു, ഒരു ഇരുമ്പ് തണ്ടിന് ചുറ്റിക്കിടക്കുമ്പോൾ അതിൻ്റെ 2 കണക്ഷൻസ്, ആ കോയിലിൻ്റെ 2 കണക്ഷൻസാണ് ഇവിടെ മുകൾ ഭാഗവും താഴെയും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു പട്ട കഷ്ണം ഉണ്ട്. ആ പട്ടയുടെ നമ്മൾ ക്ലോക്കിലെ സൂചി ഘടിപ്പിച്ചതുപോലെ സെൻറ്റർ മധ്യഭാഗം അവിടെ ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്നു. അപ്പോൾ ഇത് താഴോട്ടും മേലോട്ടും മുകളിലോട്ടും പോകും. ഇവിടെ കറണ്ട് കൊടുക്കുമ്പോൾ, അതായത് നമ്മൾ ചാർജറിലൂടെ കറണ്ട് ഇവിടെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇതിലേക്ക് സപ്ലൈ വരുമല്ലോ. അപ്പോൾ വരുന്ന സമയത്ത് ഓൾറെഡി ഇവിടെ NCയിലാണ് ഈ പട്ട യോജിച്ചിട്ട് കിടക്കുന്നുണ്ടാകുക. അത് നമ്മൾ നോർമൽ കേസിൽ അങ്ങനെയാണ്, നോർമലി ക്ലോസ്ഡ്. ഇത് നോർമലി ഓപ്പൺഡ് ആണ്. അപ്പോൾ ഇതിലേക്ക് കറണ്ട് കൊടുക്കുന്ന സമയത്ത് ഈ കോയിലിന് ചുറ്റിയിരിക്കുന്ന ചെറിയ മെറ്റലിൻ്റെ റാഡ് കാന്തമായി മാറും. കാന്തമായി മാറുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇതിൻ്റെ പിൻഭാഗം, അതായത് ഈ സൂചിയുടെ അല്ലെങ്കിൽ ഈ പട്ടക്കഷ്ണത്തിൻ്റെ പിൻഭാഗത്തെ ഈ ഇരുമ്പ് തണ്ട് കാന്തമായി മാറുകയും ഈ പിൻഭാഗത്തെ പിടിച്ചു വലിക്കുകയും ചെയ്യും. അത് സ്വാഭാവികമാണല്ലോ. അത് കാന്തമായി മാറുന്നതുകൊണ്ട് ആ കാന്തം ആ പട്ടക്കഷ്ണത്തിൻ്റെ പിൻഭാഗത്തെ പിടിച്ചു വലിക്കുന്നു. പിൻഭാഗം പിടിച്ചു വലിക്കുമ്പോൾ നടുവിൽ ഉറപ്പിച്ചതായതുകൊണ്ട് ഇത് ഇവിടുത്തെ റിലേയുടെ ഈ ടെർമിനലിൽ മുകളിലേക്ക് പോകും. ഇത് മുകളിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബൾബിലേക്കുള്ള ഒരു വയർ ഇവിടെ കൊടുക്കും. ഇപ്പുറത്ത് നിന്ന് ലൈൻ വഴി വരുന്ന വയറാണ് ഇവിടെ കൊടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് കറണ്ടുണ്ട്, ഇതിലേക്ക് ഓൾറെഡി കറണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കറണ്ട് കൊടുക്കുകയും ഇത് മാഗ്നറ്റായി പ്രവർത്തിക്കുകയും ചെയ്ത് ഈ പട്ടയെ ഇവിടത്തേക്ക് ഉയർത്തുന്നു. അപ്പോൾ ഇതൊരു കോമൺ ആയിട്ടുള്ള കണക്ഷൻ ആയതുകൊണ്ട് ഇവിടെയുള്ള പട്ടക്കഷ്ണം മുകളിലേക്ക് പോകുമ്പോൾ ഇത് തമ്മിൽ കണക്റ്റ് ആവുകയും വൈദ്യുതി ഇതിലൂടെ പുറത്തേക്ക് പോയി ബൾബ് കത്തുകയും ചെയ്യുന്നു. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. റിലേയുടെ വർക്കിംഗ് അങ്ങനെയാണ്. അതായത് നമ്മുടെ മോഷൻ സെൻസർ എന്തിനേയും ഒന്ന് ഡിറ്റക്റ്റ് ചെയ്താൽ ആ ഡിറ്റക്റ്റ് ചെയ്ത ഉടൻ തന്നെ അത് കറണ്ട് അതിലേക്കൂടെ പാസ് ചെയ്ത് നേരെ കൊടുക്കുന്നത് ഇവിടേക്കാണ്. അപ്പോൾ അത് കൊടുക്കുമ്പോഴേക്കും ഈ പറയുന്ന കോയിലിന് ചുറ്റിയിരിക്കുന്ന ഇരുമ്പ് കഷ്ണം കാന്തമായി മാറുകയും ഇവിടെയുള്ള ആ പട്ട ഇവിടെ പിൻഭാഗത്തെ കാന്തം ആകർഷിക്കും. കാന്തം ആകർഷിക്കുമ്പോൾ ഇത് ഉറപ്പിച്ചിട്ടുള്ളത് സെൻറ്ററിലാണ് ഉറപ്പിച്ചിട്ടുള്ളത്, അതായത് ക്ലോക്കിൻ്റെ സൂചി പോലെ. അപ്പോൾ ഈ പിൻഭാഗം താഴേക്ക് വരുമ്പോൾ മുകൾ ഭാഗം മുകളിലേക്ക് വരുമല്ലോ. അപ്പോഴാണ് ഇവിടെ പോയി ടച്ച് ചെയ്യുന്നത്. ഈ ടച്ച് ചെയ്യുന്ന സമയത്ത് കറണ്ട് ഇതിലൂടെ ഒഴുകി ബൾബിലേക്ക് പോകും. 2-3 മിനിറ്റ് മാക്സിമം ആ ബൾബ് കത്തി നിന്നതിന് ശേഷം അത് മറ്റേ മോഷൻ സെൻസറിൻ്റെ ആ സെൻസിങ് പവർ ഓട്ടോമാറ്റിക്കായി കുറയുകയും തന്മൂലം എന്താ സംഭവിക്കുന്നത്, ഇവിടെ പിടിച്ചിരിക്കുന്ന മാഗ്നറ്റിലേക്ക് വന്ന കറണ്ട് അവിടെ അതിൻ്റെ സെൻസിറ്റിവിറ്റി 3 മിനിറ്റാണ് മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ 3 മിനിറ്റ് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായി അതിലേക്കുള്ള കറണ്ട് പ്രവഹിക്കുന്നത് നിൽക്കുകയും ഇതിൻ്റെ കാന്തശക്തി നഷ്ടപ്പെടുകയും ഉടനെ തന്നെ ഈ പട്ട കാന്തശക്തി നഷ്ടപ്പെട്ടതുകൊണ്ട് അതിൻ്റെ സ്പ്രിങ് ഇതിനെ പിടിച്ച് താഴേക്ക് വലിക്കും. അപ്പോൾ നോർമലി ക്ലോസ്ഡ്. അപ്പോൾ ഇവിടുത്തെ ബൾബ് കെടുന്നു. വീണ്ടും ആരെങ്കിലും അതിലേക്കൂടെ നടന്നു വരുമ്പോൾ അത് ഡിറ്റക്റ്റ് ചെയ്യുന്നു, ഉടൻ തന്നെ സന്ദേശം കൊടുക്കുന്നു.
ഈ റിലേ കോയിൽ വർക്ക് ചെയ്യുന്നു, അതിന് ചുറ്റിയിരിക്കുന്ന ദണ്ഡ് കാന്തമാകുന്നു. അപ്പോൾ ഈ പട്ടയെ പിടിച്ച് താഴോട്ട് വലിക്കുന്നു, ഇത് മുകളിലേക്ക് പോയി ടച്ച് ചെയ്യുന്നു. അപ്പോൾ ഇതും തമ്മിലുള്ള പോസിറ്റീവ് കണക്ഷൻ തമ്മിൽ കണക്റ്റാവുകയും കറണ്ട് ബൾബിലേക്ക് പ്രവഹിക്കും, ബൾബ് കത്തുകയും ചെയ്യും. അതാണ് ഇവിടെ ഈ റിലേയുടെ ഉപയോഗം. അപ്പോൾ ഇത് മിക്ക ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കും ഇന്ന് ഈ റിലേ ഉപയോഗിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഇതാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ റിലേയിൽ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഈ IN4007 എന്ന് പറഞ്ഞ ഈ ഡയോഡ് ഇതുപോലെ മടക്കി വെച്ച് നമുക്ക് ഈ റിലേയുടെ 3 കാലുകളുള്ള വശത്തിൻ്റെ ഇതാണ്. 3 കാലുള്ളതെന്ന് പറയുമ്പോൾ 1, 2, 3 അതിൻ്റെ നെഗറ്റീവ് ടെർമിനലും പോസിറ്റീവ് ടെർമിനലും അത് ഏതായാലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും പ്രശ്നമില്ല. പക്ഷേ അത് അപ്പോൾ ഇത് നെഗറ്റീവായാണ് ചെയ്യുന്നതെങ്കിൽ ഇത് പോസിറ്റീവ്. അപ്പോൾ നമ്മുടെ ഈ വച്ചിരിക്കുന്ന ഡയോഡിൻ്റെ പൊസിഷൻ കറക്റ്റാണ്. നേരെ മറിച്ച് ഇവിടെ പോസിറ്റീവും ഇതും കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഡയോഡ് തിരിച്ചു വെക്കേണ്ടതായി വരും. എവിടെ കൊടുത്താലും പ്രശ്നമില്ല. പക്ഷേ ഇതിപ്പോൾ നമുക്ക് ഈ സിസ്റ്റം പ്രകാരം നമുക്ക് ഇവിടെ കൊടുക്കാം. ഈ 2, അതായത് നമ്മുടെ ഈ വെള്ള വരയുള്ള ഭാഗം നെഗറ്റീവ് സൈഡ്, ഇത് പോസിറ്റീവിനെ മുകളിലേക്കും നെഗറ്റീവിനെ താഴേക്കും വെച്ച് നമുക്കിതിവിടെ സോൾഡർ ചെയ്ത്